ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മളിന്ന് ഉംറക്കും പോവാണ്. മക്കളൊന്നും കൂട്ടാതെ ഞാനും കൂടെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു വീഡിയോയും കൂടെയാണ് ഇന്നത്തെ. അപ്പോൾ ഞങ്ങൾ റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതായത് പച്ചക്കറി, മീൻ അങ്ങനെ ഐറ്റംസൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങ് വാങ്ങിച്ച് വെക്കാറാണ് ചെയ്യുക. ഒരു രണ്ടാഴ്ചക്കുള്ള സാധനങ്ങൾ എന്തായാലും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വാങ്ങലും ഷറഫയിൽ നിന്നാണ്. നമ്മളെ നാടൻ പച്ചക്കറിയും സംഭവങ്ങളൊക്കെ അവിടെ ആയാലും കിട്ടും. നാടൻ മാത്രമൊന്നുമല്ല, നമ്മളെ കേരളം മാത്രമൊന്നുമല്ല, വേറെ കൺട്രീസുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. വലിയൊരു ടൈപ്പ് മൊത്തം തന്നെ കണ്ടിരുന്നു. നമ്മൾ അതിൻ്റെ വെയിറ്റ് വെച്ചപ്പോൾ 35 കിലോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ അതും അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ചെറിയ ഉള്ളി സംഭവങ്ങൾ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതലും ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോവുകയും ചെയ്യാറ്. പിന്നെ നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നാലും അത് ചെറിയ തരൊക്കെ ചെയ്യും കേട്ടോ. ആവശ്യത്തിനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് മീനിൻ്റെ ഷോപ്പുള്ളത്. അവിടെ നിന്ന് നമ്മൾക്ക് ഓരോരോ ഐറ്റംസ് മീനൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അവർ കട്ട് ചെയ്ത് തരും. പിന്നെ കൂടുതലൊന്നും എന്തായാലും ഒരു സമയത്ത് ഒരു നേരം നമ്മൾ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് സെപ്പറേറ്റ് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളതും. ഇത് ഒരു 123 മാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൊടി ഐറ്റംസ് സംഭവങ്ങളെ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മിനി സൂപ്പർ മാർക്കറ്റിൽ അങ്ങ് കയറിയിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് നമ്മൾ ഉണക്കമീനൊക്കെ കണ്ടത്. നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, ഉണക്കമീൻ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുന്ന് നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിന്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചെറിയൊരു പുളിപ്പും പിന്നെ ഒരു മധുരമൊക്കെ ആയിട്ട് ഓവർ മധുരമൊന്നും ഇല്ലാണ്ട് അങ്ങനെ റൈറ്റും ഒക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടുന്ന് അങ്ങനെ പോരുകയാണ്. പിന്നെ നമുക്ക് ചെരുപ്പൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് ഇങ്ങനെ തപ്പി നടക്കണം കേട്ടോ. ഈ ഒരു ഫ്രൈഡേ അതുപോലെ നട്ടുവെച്ച സമയം കൂടി ആയതുകൊണ്ടായിരിക്കാം വല്ല ഷോപ്പൊന്നും അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് ഒരു ഷോപ്പ് നമ്മൾ കണ്ടെത്തിട്ടോ. അപ്പോൾ അവിടുന്ന് മോൾക്കുള്ളൊരു ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടാണ് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നതും. ഞങ്ങൾ ഷൂ ഒക്കെ വാങ്ങി. കുറച്ച് തൊട്ടപ്പുറത്തായിരുന്നു ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നത്, ബീഫ് ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വണ്ടിയിലിരിക്കാനൊക്കെ പോയിട്ട് വാങ്ങിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കേണ്ട ഒരു ടൈമായി, അതായത് ഉച്ച സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ടൈമിന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സഫയറിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുട്ടികൾക്കുള്ള പാർസലും കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ മട്ടണും ബീഫായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റുള്ളൊക്കെ ഒരു ബിരിയാണി തന്നെ ആയിരുന്നു. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. പിന്നെ അന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും ഒരു ഫ്രീ ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നട്ടുച്ച സമയം, നല്ല വെയിൽ പുറത്തിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമുള്ള ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് ചൂടൊക്കെ ആയ ഒരു സമയത്തും തന്നെ. അപ്പം ഈ ഒരു ടൈം ആകുമ്പോൾ ഇക്കാക്ക് ഡ്യൂട്ടിൻ്റെ ടൈമിന് മുമ്പ് തന്നെ നമുക്ക് പോയി വരാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ടൈമിന് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തി. ഒന്ന് ഫ്രീ ആയതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടോ. ബീഫും അതേപോലെ മീനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് അന്നന്നൊക്കെ ആവശ്യമുള്ള മാത്രമാക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് പച്ചക്കറികളുണ്ടായിരുന്നു, അതും എടുത്ത് വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് എല്ലാ ഐറ്റംസും അങ്ങനെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ അല്ലറ ചില്ലറ എല്ലാ ആവശ്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ അങ്ങനെ എടുക്കാറാണ് ചെയ്യുക. അപ്പോൾ ഒരു രാത്രി ഒരു 2:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ
പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിന്ന് ഉംറക്ക് പോവാണ് കേട്ടോ. മക്കളെയൊക്കെ കടയിലാക്കിയിട്ട് അവർ ഏതായാലും ഒരു ഉറങ്ങുന്ന ഒരു സമയമൊന്നുമല്ലല്ലോ, കളിച്ചിറക്കുന്ന സമയമല്ലേ, അപ്പോഴേക്കും പോയി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടികളെ അവിടെ കടയിലാക്കിയിട്ടാണ് നമ്മൾ ഇക്കയും ഞാനും കൂടെ ഉംറക്ക് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇക്കയും കൂടെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഉംറക്ക് പോകുന്നത്. എല്ലാ പ്രാവശ്യം നമ്മളെ കൂടെ മക്കളൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കളൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ അവരെ കാര്യങ്ങളും കൂടെ അവരെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ എന്താ പറയുക, എല്ലാം കൂടെ തിരക്കിലായി പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. അവരും കാര്യങ്ങൾ നോക്കണം, നമ്മളതും നോക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഉംറയൊക്കെ ചെയ്ത് കഴിയുക. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതുണ്ടാവും. ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ തന്നെ ശരിക്കും ശ്രദ്ധിച്ചേക്കാണ്ട് നല്ല ഉഷാറായിട്ട് ചെയ്ത് പോരാൻ കഴിയും കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും ഒരു സുബീൻ്റെ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം താഴെഭാഗമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന റൂട്ട് നല്ല അടിപൊളി റോഡും നല്ല സ്ട്രൈറ്റ് ഡയറക്റ്റ് പോകുന്ന റൂട്ടാണ്. വളവും തിരിവൊന്നും ഇല്ലാണ്ട് നല്ല പെട്ടെന്ന് എത്താൻ പറ്റുന്ന റൂട്ടാണ് നമ്മൾ പോയിട്ടുണ്ട്, ഞങ്ങൾ റൂമിൻ്റെ ഭാഗത്തുനിന്ന് പോകാൻ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും താഴെഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ മുകളിലാണ് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1-2 റൗണ്ട് ഞങ്ങളവിടെ ചുറ്റിയിട്ട് പിന്നെ സുബി കഴിഞ്ഞതിന് ശേഷം, അതായത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. أشهد أن محمدا رسول الله. من الحجر الأسود.
അങ്ങനെ ഞങ്ങൾ ഉംറയൊക്കെ കഴിഞ്ഞ് തോഫും സയും മുടി മുറിക്കലും അങ്ങനെ ഉംറ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അറമെന്ന് പോന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഒരു ബൂഫി ഉണ്ട് കേട്ടോ. അവിടെ ഷവർമ്മ, സാൻഡ്വിച്ച്, ഫ്രഷ് ജ്യൂസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു മലയാളീസിൻ്റെ ബൂഫി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ച് കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഉംറയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നീട് പോകുമ്പോഴാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോവുക. എന്താണെന്നറിയില്ല, എല്ലാ പ്രാവശ്യം അത് ഉംറയൊക്കെ കഴിഞ്ഞ പാട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുന്നത് നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഫുഡിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇങ്ങനെ ആർക്കെങ്കിലും ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു പുണ്യഭൂമിയിൽ എല്ലാവർക്കും എത്തിപ്പെടാനും ഉംറ ചെയ്യാൻ പറ്റാത്തവർക്ക് ഉംറ ചെയ്യാനും അതുപോലെ ചെയ്തവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.